ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. എല്ലാ കൂട്ടുകാർക്കും എജുപോർട്ടിലോട്ട് സ്വാഗതം. വിശാഖ് സാറാണ്. നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ അടിച്ചുപൊളി ഒരു ക്ലാസ്സാണ്. അടിച്ചുപൊളി എന്നുള്ള രീതിയിലല്ല നിങ്ങൾ നോക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. അല്ലേ, നമ്മളെല്ലാ എക്സാമിലും കാണുന്ന ഒരാൾ അല്ലേ, ആവർത്തിച്ച് വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാൾ. എന്താ ആളറിയോ? യെസ്, താപധാരിത. എന്താണ് താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി? നമ്മുടെ നിത്യജീവിതത്തിലും അല്ലെങ്കിൽ പൊതുവെ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരാളാണ് താപധാരിത. ഓക്കെ, എന്താ നോക്കാം കേട്ടോ മക്കളെ. നോക്കാം, നമ്മൾ ചുവട് ഉരുണ്ട ഒരു ഫ്ലാസ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്? അതിന് ഹീറ്റ് ചെയ്യാൻ പോവാണ്. എന്താണ്? താപം കൊടുക്കാൻ പോവുകയാണ്. താപം കൊടുത്തിട്ട് കുറച്ചു നേരത്തിന് ശേഷം മക്കൾക്ക് അറിയാലോ എന്താണ് അത്, ആ താപം സ്വീകരിച്ചിട്ട് ആ ജലം നീരാവിയായിട്ട് മാറുന്നു അല്ലെ. ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. എന്താ? മാറ്റം വരുത്തുക അല്ലെ. എന്താണ്? ഗ്യാസ് ആയിട്ട് മാറുന്നു അല്ലെ. അവിടെ നോക്കുക, ഒരു കുഞ്ഞു കാര്യം നിങ്ങൾക്ക് അറിയാനുള്ളത്, ഇവിടെ ജലം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ എത്രയാണ്? എന്താ ജലം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ? 100 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യുന്നു? ജലം തിളയ്ക്കുന്നു, നീരാവിയായി മാറുന്നു. ഓക്കെ, അപ്പൊ നോക്കുക, തിളനില എന്നുള്ള ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 100 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യുന്നു? ജലം നീരാവിയായി മാറുന്ന ആ ഒരു സ്പെസിഫിക് ആയിട്ട് ടെമ്പറേച്ചർ ആണെന്ത്? യെസ്, ജലത്തിന്റെ തിളനില എന്ന് പറയാൻ 100 ഡിഗ്രി ആണെന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, നോക്ക, നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസിൽ ജലം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു മാറ്റവും ഇല്ല. ജലം ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കുന്നു. ജലം എന്ത് ചെയ്യുന്നു? തിളച്ചുകൊണ്ടേയിരിക്കുന്നു. ജലം തിളച്ച് 100 ഡിഗ്രിയിൽ എന്ത് ചെയ്യുന്നു? നീരാവിയായി മാറുന്നു. നമ്മൾ എന്ത് ചെയ്യാണ്? തീ കുറേ കൂട്ടുകയാണ്. എന്താണ്? നമ്മൾ എന്താ വിറകൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് തീ കൊടുക്കുകയാണ്, ടെമ്പറേച്ചർ കൂട്ടുകയാണ്, താപനില കൂട്ടി കൊണ്ടുവരുന്നു. പക്ഷേ നമ്മളൊരു തെർമോമീറ്റർ അതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? എടാ, ജലത്തിന്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി തന്നെടാ. നമ്മൾ താഴത്തു നിന്ന് 200 ഡിഗ്രി ടെമ്പറേച്ചർ കൊടുത്താലും ആ ജലത്തിന്റെ ടെമ്പറേച്ചർ എന്താണ്? 100 ഡിഗ്രിയാണ്. ഓക്കെ, വീണ്ടും നമ്മൾ ഇവിടെ ഒരു ടോപ്പിക് പഠിക്കണേ. വീണ്ടും നമ്മൾ താപം കൊടുക്കുകയാണെങ്കിൽ ബാക്കി കൊടുക്കുന്ന താപം ഒക്കെ യൂസ് ചെയ്യുന്നത് ജലം നീരാവി, ഇതൊന്നും വേണ്ട. നമുക്ക് കോൺസെപ്റ്റ് ഇവിടെ കിട്ടിയാൽ എന്താണ്? വീണ്ടും നമ്മൾ താപം കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ അല്ലെ, ആ ജലം നീരാവിയാക്കി മാറ്റാൻ എന്ത് ചെയ്യുന്നു? ആ താപം യൂസ് ചെയ്യുന്നു, ആ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നു. കൃത്യമായിട്ട് പഠിച്ചിരിക്കാം. മറ്റൊരു കാര്യം, നമ്മുടെ മേലെ വെള്ളം വീണ്, ചൂടുവെള്ളം വീണ് ആ പൊള്ളലിനേക്കാളും ഗുരുതരമാണ് താപനില കൂടിയ അല്ലെങ്കിൽ ജസ്റ്റ് എന്താ താപനില കൂടിയല്ല, നീരാവിൽ നിന്നുള്ള പൊള്ളൽ. കാരണം എന്താ? ജലത്തിന്റെ താപനില 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നീരാവിയുടെ താപനില എന്താണ്? അതിലും കൂടുതലാണ്. സ്വാഭാവികമായിട്ടും പഠിച്ചു വെക്കുക. സെറ്റല്ലേ? സെറ്റുമ ആക്കണം. കാരണം ചോദ്യങ്ങൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക? നിങ്ങൾ സെറ്റാക്കി പഠിച്ചു വെക്കണം. ഓക്കെ, സെറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദെൻ എന്താണ് താപധാരിത? ഓക്കെ, ആ ടോപ്പിക് പഠിച്ചിട്ട് അടുത്തേക്ക് വരികയാണ്. എന്താണ് താപധാരിത? നമുക്കറിയാം അല്ലേ, നമ്മുടെ ഭൂമിയിൽ 3ന്റെ 2 ഭാഗം ജലമാണ്. 3 ഭാഗമാക്കി ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? അയ്യോ, എൻ്റെ ഭൂമി എങ്ക പോച്ച്. എന്താണ്? നമ്മൾ ഭൂമിയെ 3 ഭാഗങ്ങളാക്കി മാറ്റുകയാണെങ്കിൽ അല്ലേ, ആ 3ല് 2 ഭാഗം എന്താണ്? ജലമാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും കേട്ടോ. അതേപോലെ നമ്മൾ ഒരു മനുഷ്യനെ എടുക്കുകയാണെങ്കിൽ, ഒരാളെ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, എന്താ ഒരാളെ എടുക്കുകയാണെങ്കിൽ, യെസ്, അവിടെ അയ്യോ കൊന്നതല്ല കേട്ടോ, എന്താണ് അത് തൂക്കിയിട്ടായിരുന്നു തോന്നുന്നുണ്ടോ? ഇല്ല. ഓക്കെ, എന്താണ് അവിടെ 70% എന്താണ്? ജലമാണ്. എന്താ അതിൻ്റെ ഉള്ള മെച്ചം? അതാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. എന്താ അതിനോടുള്ള ഗുണം? അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താണ് താപം അല്ലെ, ചൂട് കിട്ടുന്ന സമയത്ത് ജലം പെട്ടെന്ന് എന്ത് ചെയ്യുന്നില്ല? പെട്ടെന്ന് ചൂടാവുന്നില്ല. സാവധാനം ചൂടാവുന്നുള്ളൂ. ഇപ്പൊ മണൽ ചൂടാക്കിയ പെട്ടെന്ന് മണൽ ചൂടാവും, എണ്ണ ചൂടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് എണ്ണ ചൂടാവും. പക്ഷെ എന്താണ്? ജലം ഒരു ക്രമാതീതമായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും അല്ലെ. എന്താ? ജലത്തിന് ആ താപത്തെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്, സഹിച്ച് നിർത്താനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പൊ നോക്കുക, മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന താപം താങ്ങാനുള്ള കഴിവിനെയാണ് താപധാരിത എന്ന് പറയാം. ഓക്കെ, വാട്ടർ ഹാസ് ദ എബിലിറ്റി ടു ഹോൾഡ് more and more heat. It is called heat capacity.
ദാൻ ദ അതർ സബ്സ്റ്റൻസ്. ഓക്കെ, അതുകൊണ്ടുള്ള മെച്ചം എന്താ അറിയോ? ഒരു കാര്യം, നമ്മൾ ഭൂമിയിലെ 2 ജലമാണെന്ന് പറഞ്ഞു അല്ലേ? കൂടുതലും ജലമായതുകൊണ്ട് തന്നെ എന്താണ്, ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, പെട്ടെന്ന് വെള്ളം മൊത്തം അല്ലെങ്കിൽ ജലം മൊത്തം ചൂടാവുന്നില്ല അല്ലേ? പതുക്കെ 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 ചൂടാവുന്നുള്ളൂ. അവിടെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട് അല്ലേ? തണുക്കാണെങ്കിൽ പെട്ടെന്ന് തണുത്തുറഞ്ഞ ഐസായി മാറുന്നില്ല അല്ലേ? ക്രമാതീതമായിട്ട് ഇങ്ങനെ മാറ്റം വരുന്നുള്ളൂ അല്ലേ? അതേപോലെ നമ്മളെ കാര്യം അല്ലേ? നമ്മുടെ ശരീരത്തിൽ 70% ജലമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ അധികമായിട്ട് ചൂടാകാതെയും അധികമായിട്ട് തണുക്കാതെയും ഇരിക്കാൻ കാരണം എന്താണ്? ജലമാണ്. അങ്ങനെ അധികമായ ചൂട് താപം ആഗിരണം ചെയ്ത് അല്ലേ അത് സഹിച്ചു നിൽക്കാനുള്ള ആ കഴിവിനെയാണ് എന്ത് പറയുക? സിമ്പിളായിട്ട് താപധാരിത എന്ന് പറയാം. ഓക്കെ ആണോ? സെറ്റാണോ? ഇവിടെ നോക്കുക, 2 വസ്തുക്കളുണ്ട്. ഓക്കെ, 2 വസ്തുണ്ട്. ഒന്ന് ചൂട് കൊടുത്താൽ തന്നെ ചൂടായി പെട്ടെന്ന് പോയി അല്ലേ? നമ്മുടെ ജലം അല്ലെ ചൂട് കൊടുത്തപ്പോൾ എന്താണ്, ക്രമാതീതമായി വളരെ സുഖകരമായ രീതിയിൽ എന്താ ചൂടായി പോകുന്നു അല്ലേ? അപ്പൊ എന്താണ്, ഇവിടെ നല്ല ഹീറ്റ് കപ്പാസിറ്റി, നല്ല താപധാരിത ഉണ്ട്. നോക്ക് 2 ഘട്ടങ്ങൾ അല്ലേ? ജലം, മണൽ അല്ലെ? ജലത്തിന് തീ കൊടുത്തു, മണലിന് തീ കൊടുത്തു. മണൽ പോണ പോക്കുണ്ടോ? 50 ഡിഗ്രി സെൽഷ്യസ് ആയ സമയത്ത് എന്താണ്, ഇവിടെ 34 ആണ് അല്ലേ? ആ ഒരു പ്രത്യേകത അല്ലേ? പെട്ടെന്ന് ചൂടാ. ഇത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറേ എക്സാമ്പിളുകൾ ഉണ്ട്. ഒന്ന്, വാഹന എഞ്ചിനുള്ളിലെ താപം നിയന്ത്രിക്കാൻ എന്ത് ചെയ്യുന്നു, നമ്മൾ റേഡിയേറ്ററിൽ ജലം യൂസ് ചെയ്യുന്നു. വാട്ടർ യൂസ്ഡ് ഇൻ ദ റേഡിയേറ്റേഴ്സ് ടു റെഗുലേറ്റ് ഹീറ്റ് ഇൻ ദ ഓട്ടോമൊബൈൽ എൻജിൻസ്. സെറ്റാണോ? ഓട്ടോമൊബൈൽ എഞ്ചിൻ്റെ ചൂട് പെട്ടെന്ന് കൂടാതെയും കുറയാതെയും ഒക്കെ ഇരിക്കാൻ ജലം സഹായിക്കുന്നു. സെറ്റുമസ. ഇനി ചൂടായ വസ്തുക്കൾ തണുപ്പിക്കാൻ അല്ലേ? നമ്മൾ വീട്ടിലോട്ട് പോവാണ്, മോനെ എന്താണ് അല്ലേ, എന്താ പാലെടുത്ത് വെച്ചിട്ട്, അമ്മ പാല് തിളച്ചിരിക്കല്ലേ അമ്മേ. അപ്പൊ എന്താണ്, അമ്മ ആ പാലെടുത്തിട്ട് എന്ത് ചെയ്യുന്നു, വെള്ളത്തേക്ക് പാരല്ല കേട്ടോ, എന്താണ് ആ ഒരു പാലിന്റെ പാത്രം തണുത്തുന്നില്ല ഒരു ജലത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ജലത്തിന്റെ പാത്രത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ജലത്തിലേക്ക് വെക്കുന്നു. ആഫ്റ്റർ സം ടൈംസ്, കുറച്ച് സമയത്തിന് ശേഷം എന്ത് ചെയ്യുന്നു, ആ പാല് തണുത്തായിട്ട് കിട്ടും അല്ലേ? എന്തുകൊണ്ടാണ്? ഇതൊക്കെ താപധാരിത എന്നുള്ളൊരു സംഭവം യൂസ് ചെയ്യാണ്. ഇനി ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് അല്ലേ? ഭൂമി മാത്രമല്ല, മനുഷ്യരും അതേപോലെ മറ്റു ജന്തുക്കളുടെ ഒക്കെ ശരീരത്തിൽ 65-70% ജലമായതുകൊണ്ട് തന്നെ ഭൂമിയുടെ 2/3 ജലമായതുകൊണ്ട് ഭൂമിയുടെ താപനില നിയന്ത്രിക്കാൻ ആരെ കൊണ്ട് സാധിക്കുന്നു? ജലം വളരെ ചെറിയൊരാളൊന്നും അല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ കൊച്ചാക്കുന്നു വേണ്ട. എന്താണ് ജലം അത്രയും പറയും. നമുക്കറിയാം ജലമില്ലെങ്കിൽ നാം ഇല്ല, പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് ഇതൊക്കെ അതിലുള്ള. അപ്പൊ നോക്കുക, എന്താണ് ഒരു ചോദ്യം അല്ലേ? മുൻപത്തെ എക്സാമിൽ വന്ന ചോദ്യമാണ്, വാട്ടർ ഈസ് യൂസ് ടു കൂൾ ദ ഹോട്ട് ഒബ്ജെക്ട്, വിച്ച് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഈസ് യൂട്ടിലൈസ് ചെയ്യുക. എന്താ, ചൂടുള്ള വസ്തുക്കളെ തണുപ്പിക്കാൻ ജലം യൂസ് ചെയ്യുന്നു. ജലത്തിന്റെ എന്ത് പ്രത്യേകതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്? ഓക്കെ, അപ്പൊ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കുക, എന്താണ്, ഇറ്റ് ഈസ് കോൾഡ് താപധാരിത ഓർ ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി, താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, മറ്റൊരു കാര്യം അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നിന്നൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ ജലം തിളയ്ക്കുന്നത് ഏത് ഡിഗ്രി സെൽഷ്യസിലാണ്, അല്ലെങ്കിൽ എത്ര ഡിഗ്രിയിലാണ്, അല്ലെങ്കിൽ ഏത് ടെമ്പറേച്ചറിലാണ് ജലം നീരാവിയായി മാറുന്നത്? അപ്പോൾ അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ നിരന്തരമായിട്ട് വരും. അതേപോലെ എക്സാമ്പിൾ കൃത്യമായിട്ട് പഠിച്ചു കേട്ടോ. ഈ എക്സാമ്പിൾസ് ഒക്കെ നിരന്തരമായിട്ട് വരുന്നതാണ്. സോ മക്കളെ, അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക. Then we are signing out. So all the very best for your exam. Tada, bye bye, see you.